നായകനായുള്ള ഫഹദിന്റെ പെർഫോമൻസ് നമ്മളെ ഞെട്ടിച്ച ഒന്നായിരുന്നു. ഇതുവരെ നമ്മൾ കാണാത്ത ഫഫയെ അവതരിപ്പിച്ചുകൊണ്ട് ജിത്തുമാധവൻ ഒരു അഡാർ ഐറ്റമാണ് നമുക്ക് തന്നത്. ടീസർ ഇറങ്ങിയപ്പോൾ തൊട്ട് എടാ മോനെ എന്ന വിളിയും രംഗണ്ണന്റെ ലുക്കും വൈറലായിരുന്നു. സിനിമ ഇറങ്ങിയപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ രംഗയുടെ ടാലന്റ് ടീസറും വന്നതോടെ റീലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിരവധി രംഗമാർ. ഫഹദ് പറഞ്ഞ പോലെ മമ്മൂക്ക ഈ സീനൊക്കെ പണ്ടേ രാജമാണിക്യത്തിൽ വിട്ടിട്ടുണ്ടെങ്കിലും മാണിക്യത്തിൽ നിന്നും രംഗയിലേക്ക് എത്തുമ്പോൾ പല വ്യത്യാസങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രംഗയുടെ ആഭരണങ്ങൾ. അതൊന്നും ചില്ലറ ഫാൻസി ഐറ്റംസ് അല്ല, സംഭവം ഒറിജിനൽ ഗോൾഡാണ്. കോസ്റ്റ്ലി ആയ രത്നങ്ങളും മരതകങ്ങളും ഒക്കെ വെച്ചുണ്ടാക്കിച്ച ഏകദേശം 60 പവൻ വരുന്ന ഗോൾഡ് ജ്വല്ലറീസ്. വലിയ കളക്ഷൻ നേടിക്കൊണ്ട് ആവേശം തിയേറ്ററുകൾ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിലെ പാട്ടുകളും രംഗണ്ണയുടെ റീൽസും ഒക്കെ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിത്രത്തിലെ ഫഹദിന്റെ മേക്ക് ഓവറും ആഭരണങ്ങളും ഒക്കെയാണ് മറ്റൊരു ചർച്ച. വെള്ള ഷർട്ടും പാൻസും ഇട്ട് ഒപ്പം കൂളിംഗ് ഗ്ലാസും കഴുത്തിലെ ചെയിനുകളും കയ്യിലെ റാഡോ വാച്ചും വളകളും എല്ലാമാണ് രംഗണ്ണയുടെ ലുക്കിന്റെ മെയിൻ അട്രാക്ഷൻ. ഇതിന് പിന്നിലെ കൈകൾ ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനറായ മഷർ ഹംസയുടേതാണ്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വസ്ത്രാലങ്കാരത്തിലെ കോടികളുടെ കണക്കുകൾ മഷർ വെളിപ്പെടുത്തിയിരുന്നു. മഷർ ഹംസ ചെയ്ത തല്ലുമാലയിലെ കോസ്റ്റ്യൂമും പണ്ട് ഇതുപോലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. രംഗയിലേക്ക് വരുമ്പോൾ ഏകദേശം 60 പവൻ വരുന്ന ചെയിനുകളും വളകളും മോതിരങ്ങളും ഒക്കെയാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. മുഴുവൻ ആഭരണങ്ങളും സ്വർണത്തിൽ തന്നെ പണിയിപ്പിച്ചതാണ് എന്നതാണ് ഒരു പ്രത്യേകത. വെള്ള വസ്ത്രത്തിന് ചേരുന്ന ഒരു സ്റ്റൈല് കൊണ്ടുവരാനാണ് വൻ ഹെവിയായ ജ്വല്ലറി സെലക്ട് ചെയ്തത്. കഥാപാത്രത്തിന് വേണ്ടി ഫഹദ് കാതും കുത്തിയിരുന്നു. മരതകക്കല്ല് പതിപ്പിച്ച കമ്മലാണ് ഫഹദ് ഇട്ടത്. കൂടെ മരതകം വെച്ച ഒരു ചെയിൻ. രംഗണ്ണന്റെ വണ്ടിയായ പച്ച കോളിസിനോട് മാച്ച് ആവാനാണ് മരതകം ഉപയോഗിച്ചെന്നാണ് മഷർ പറഞ്ഞത്. വേറൊരു അട്രാക്ഷൻ റാഡോയുടെ വിന്റേജ് ക്ലാസിക് മോഡൽ ഗോൾഡൻ വാച്ചും കുറെ വമ്പൻ മോതിരങ്ങളുമായിരുന്നു. പോരാത്തതിന് രംഗയിട്ട പെൻഡന്റുകളും കൂടെ കൊണ്ടു നടന്നിരുന്ന മിനിയേച്ചർ കത്തികളുമെല്ലാം പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഓരോന്നും ഓരോ വ്യത്യസ്ത കത്തിയുടെ രൂപങ്ങളിലാണുള്ളത്. മോതിരങ്ങളായാലും വളരെ ഡീറ്റെയിലിംഗ് ആയാണ് ചെയ്തത്. ഇത്രയും കോസ്റ്റ്ലി ആയ ഓർണമെന്റ്സ് സെറ്റിൽ സൂക്ഷിച്ചിരുന്നത് ഫഹദിന്റെ പേഴ്സണൽ മാനേജറായ ഷുക്കൂർ ആയിരുന്നു. കാരണം ഷൂട്ട് കഴിഞ്ഞ് അത് വാനിൽ വെക്കുന്നത് അത്ര സേഫ് അല്ലല്ലോ എന്നാണ് മഷർ പറഞ്ഞത്. ജിത്തുമാധവന്റെ സംവിധാനത്തിലെത്തിയ ആവേശം ഹൗസ്ഫുൾ ആയിട്ടാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡ് കളക്ഷനുമായി നിൽക്കുന്ന പല സിനിമകളെയും ആവേശം കടത്തിവെട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം അത്ര ആവേശം തന്നെയാണ് രംഗണ്ണയും പിള്ളേരും തിയേറ്ററിൽ തീർക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.